ഞാൻ ലോകപ്രശസ്തമായ ഹുമയൂൺ സ്റ്റോംബിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളിത് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പേർഷ്യൻ വാസ്തുശില്പ രീതിയിൽ പിറവിയെടുത്ത ഈ ശവകുടീരം ഇന്ത്യയിലെ മുഗൾ ആർക്കിടെക്ചറിന് വഴിയൊരുക്കിയ ആദ്യ മാതൃകയായി മാറി. 1565 ഹുമയൂണിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഹാജി ബഗം പണിതി കഴിപ്പിച്ച ഹുമയൂണിൻ്റെ ശവകുടീരമാണിത്. ചെങ്കല്ലും മാർബിളും മാത്രം വെച്ച് പ്രകൃതിദത്തമായ രീതിയിൽ പണിതുണ്ടാക്കിയ അതിമനോഹരമായ ശവകുടീരം. താജ്മഹാളിന് പോലും പ്രചോദനമായത് ഈ കെട്ടിടമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു ശവകുടീരം മാത്രമല്ല, ഒരവസാന സ്നേഹത്തിൻ്റെയും കാവ്യശൈലിയിൽ എഴുതിയ രാജകീയ ചരിത്രത്തിൻ്റെയും കല്ലിലെഴുതിയ അടയാളം കൂടിയാണ്. ഇത്തരം കെട്ടിടങ്ങൾ നമ്മൾ അതിൻ്റെ കാഴ്ച കൊണ്ടും സൗന്ദര്യശാസ്ത്രം കൊണ്ടും ആഴത്തിലുള്ള സാംസ്കാരികവും സാങ്കേതികപരമായ സന്ദേശം കൊണ്ടുമാണ് സമ്പന്നമാക്കുന്നത്. ഇവിടെ ചക്രവർത്തി ഹുമയൂണിൻ്റെ ശവകുടീരത്തോടൊപ്പം 18ഓളം മുഗൾ രാജാക്കന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ശവകുടീരങ്ങൾ കൂടി സ്ഥിതി ചെയ്യുന്നു. അതിനാൽ തന്നെ ഇത് ദില്ലിയിലെ മുഗൾ നെക്രോപോളിസ് എന്നുകൂടി അറിയപ്പെടുന്നു. ചരിത്രം നമ്മളോട് കഥകൾ പറയും, പക്ഷേ ഇവിടെ ചരിത്രം നമ്മുടെ താഴ്മയായ ഒരു നിശബ്ദതയിൽ ഒരു വിസ്മയം കൂടെ പറഞ്ഞു തീർക്കുന്നു. ഈ ഹുമയൂണിൻ്റെ ശവകുടീരത്തിൻ്റെ 4 ഭാഗങ്ങളിലും ചതുർഭാഗ് എന്നറിയപ്പെടുന്ന 4 ഗാർഡൻ അതിമനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അവരുടെ സങ്കല്പം അനുസരിച്ച് പർദീസയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതൊരു രാജാവിൻ്റെ ശവകുടീരമായിരിക്കും എന്ന് വിചാരിച്ച് കണ്ടു തുടങ്ങുന്നവർക്ക് കാഴ്ച അവസാനിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ഒരു സ്ത്രീയുടെ വാത്സല്യവും ഒരു കാലഘട്ടത്തിൻ്റെ സൗന്ദര്യബോധവും മരിച്ചുപോയവരുടെ മൗന കാഴ്ചകളുമാണ്. ഈ കല്ലുകൾ നേരത്തെ മരിച്ചവരെ മാത്രം സൂക്ഷിക്കുന്നില്ല, ഇവ ഇന്നും ജീവിച്ചിരിക്കുന്ന പുരാതനത്വത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഹൃദയ സ്പന്ദനം കൂടിയാണ്. നമുക്ക് ഈ കെട്ടിടങ്ങൾ കാണാൻ കഴിയുന്നത് ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ അവ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവും. 1993 യുനെസ്കോ ഇതിനെ ലോക പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചു. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് വിസിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അതിരാവിലെ വരിക, അല്ലെങ്കിൽ സണ്ണൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അധികം ചൂടൊന്നും ഉണ്ടാവില്ല. ഡൽഹിയിൽ വന്ന ഈ ഹുമയൂൺ സ്റ്റോംബ് ഒന്ന് കാണുക, അതിരാവിലെ വന്ന് കാണുക കേട്ടോ. വേമ്പോ ചൂട്. For more innovative ideas around us, stay tuned and subscribe to our channel.